അനങ്ങനൊക്കെ ഉണ്ട് അല്ലേ സീതമ്മേ? നീ വിളിക്കുമ്പല്ലേ അനങ്ങാറ്. വിളിച്ചോക്ക്. കുഞ്ഞാവേ, കുഞ്ഞാവേ, കുഞ്ഞാവേ. നാളെ പോവാം. കുറച്ച് ദിവസം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രസിയെ, ഈ സ്ട്രെയിൻ നന്നല്ല. പണി, എലക്ഷനും വീട്ടുകാരും എല്ലാം കൂടെ. നീ മത്സരിക്കണമെന്ന് ചർച്ച വന്നപ്പോഴേ ഞാൻ എതിർത്തതിന്റെ കാരണം അതാ. പ്രവി, നിങ്ങൾ പുരുഷന്മാർക്കല്ലേ ഇതൊക്കെ വലിയ സ്ട്രെയിന്. ഞങ്ങൾക്കിതൊക്കെ എന്ത്? എന്നാലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കണ്ടേ പ്രസിയെ? ആരടി ഇങ്ങെടുത്താ? അച്ഛനാ, ഞാൻ എടുത്തോളാം. തൊലഞ്ഞോന്നറിയാനാവും. ഹലോ അച്ഛാ. ഓക്കെന്താ പറ്റിയ മോളെ? കുഴങ്ങി വീണതാ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ച് ദിവസം വിശ്രമിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് വിടോ? അറിയില്ല. അച്ഛൻ വരണോ? അത് വേണ്ട മോളെ, ഓക്ക് ഇഷ്ടാവില്ല. എന്നാ വേണ്ട. ഞാൻ പിന്നെ വിളിക്കാം. മോൾ എടുക്കണേ. എത്രയാ സുലേച്ചിയെ? അയ്യോ, ഞാൻ എണ്ണ മറന്നല്ലോ കുഞ്ഞേ. ഈ സുലേച്ചിയുടെ ഒരു കാര്യം. സത്യത്തിൽ കുഞ്ഞി മുങ്ങുന്നത് എനിക്ക് പേടിയാ. വെള്ളത്തിൽ ശ്വാസം പിടിച്ച് കിടക്കുന്നതേ ചങ്കിന് കേടാ കുഞ്ഞേ. വെള്ളത്തിനടിയിൽ കണ്ണു തുറന്നു പിടിക്കാൻ നല്ല രസാ. ഞാൻ ഒന്നുകൂടെ മുങ്ങട്ടെ? മതി മുങ്ങിയത്. ഇപ്പോൾ ഒരു സ്വൈര്യമില്ലാതിരിക്കാവും. വേഗം പോവാം. അമ്മയ്ക്ക് ഇനി വോട്ട് പിടിക്കാൻ പോവാനൊക്കെ പറ്റുമോ? ഡോക്ടറെ കണ്ടിട്ട് മൂപ്പര് പറയട്ടെ. അതുവരെ പാർട്ടിക്കാര് നോക്കിക്കോളും. അമ്മ ജയിക്കുവോ സുലേച്ചിയെ? അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ. കുഞ്ഞി വേഗം കുളിച്ചു കയറി. അര ലിറ്ററിലധികം വെള്ളം കൊള്ളുന്ന ഒരു സ്ഫടിക കുപ്പിയിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഒരു ബലൂൺ 2-3 പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്ത് വെക്കണം. കുപ്പിയിലെ ചൂടുവെള്ളം പുറത്തു കളഞ്ഞ് ഉടൻ തന്നെ വായഭാഗത്ത് ബലൂൺ ഉറപ്പിക്കുക. കുപ്പി തണുക്കാൻ അനുവദിക്കുക. ബലൂണിന് എന്ത് സംഭവിക്കും? അമ്മ എന്താ ആലോചിക്കുന്നത്? നാളെ ഒന്ന് ഡോക്ടറെ കാണണം. എന്നിട്ട് വേണം. കുഞ്ഞാവയ്ക്ക് ശരിക്കും സുഖമായിട്ട് മതി അമ്മയുടെ വോട്ട് പിടുത്തൊക്കെ. തോറ്റോട്ടെ. അതിന് എൻ്റെ കുഞ്ഞാവയ്ക്കല്ലല്ലോ, എനിക്കല്ലേ ക്ഷീണം. സീതമ്മ ക്ഷീണിച്ച കുഞ്ഞാവയും ക്ഷീണിക്കില്ലേ? അനക്ക് കുഞ്ഞാവേനോടാണോ സീതമ്മേനോടാണോ കൂടുതൽ ഇഷ്ടം? അതിനിപ്പം കുഞ്ഞാവയും അമ്മയും രണ്ടല്ലല്ലോ, ഒന്നല്ലേ? അമ്പടി കേമി, അനക്കാരാ ഈ സീരിയൽ ഡയലോഗൊക്കെ പറഞ്ഞു തരുന്നേ? ഇതിനേക്കാൾ വലിയ ഡയലോഗ് പറയുന്ന കുട്ടികളുണ്ട് ഇന്ത്യ സ്കൂളില്. ശരി പോയിരുന്ന് പഠിക്കാൻ നോക്ക്. കുഞ്ഞാവയ്ക്ക് കേൾക്കണ ഞാൻ ഉറക്കെ വായിക്കണത്. ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു ചൂടുള്ളതാണ്. ചൂട് പിടിപ്പിച്ച വായു വികസിച്ചു നിൽക്കുന്നു. കുപ്പി തണുക്കുമ്പോൾ കുപ്പിക്കകത്തെ വായുവും തണുക്കുന്നു. ഇപ്പോൾ കുപ്പിക്കകത്തെ വായുവിനാണോ കുപ്പിക്ക് പുറത്തെ വായുവിനാണോ മർദ്ദം കൂടുതൽ? ഇങ്ങനെ നിറവേറോടുള്ള ഫോട്ടോസ് ഉപയോഗിക്കുന്നതേ പൊളിറ്റിക്കലി കറക്റ്റ് ആവുമോന്നൊരു സംശയം. എന്റെ സാധിക്കേ, ഞാനും അത് പറഞ്ഞതാ. പക്ഷേ ഇവള് സമ്മതിക്കണ്ടേ? ഗർഭിണി അമ്മ പിന്നെ വയറുണ്ടാവില്ലേ? അതിന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബേജാറ്? അതെന്തിനാ ഒളിക്കണത്? പോസ്റ്ററിലൊക്കെ ബോറാവോ? എനിക്കും അതന്നെ തോന്നണത്. ഒരു ബോറും ഇല്ല. ഞാനിപ്പോ എങ്ങനെയാണോ അങ്ങനെയൊക്കെ മതി. ഇല്ലേ മോളെ? സംഗതി ഏച്ചി പറഞ്ഞതും പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. ഈ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയ്. നിത്യഗർഭിണിയായിട്ടിരിക്കാനൊന്നും പോണില്ലല്ലോ. ഞാൻ പെറൂലേ? ഈ നിറവയറെങ്ങാനും വൈറലായാൽ നമ്മൾ കഴിച്ചിലായില്ലേ? ഒറ്റക്കൊടിയിൽ ഉയർത്തിയ സ്വപ്നം ഒറ്റകളല്ല നമ്മൾ. ഒരുമപ്പാട്ടിൻ കണ്ണികളത്രേ. മുറിവുകൾ പൂത്ത വസന്തച്ചില്ലയിൽ ജീവിതമിട്ട അടയാളം പോൽ നമ്മൾ ഉയർന്നു വളർന്നേ. പോരാട്ടത്തിൻ കനലുകൾ പൂത്ത ഇന്നലെയൊക്കെ മറന്നോ. സഖാവ് പ്രസീത നമ്മുടെയൊക്കെ അഭിമാനമാണ്. നക്ഷത്രമടയാളത്തിൽ പ്രസീതയെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം. ദിനകരൻ മാഷക്ക് നന്ദി. ഇനി ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് ആക്ക നിങ്ങളോട് സംസാരിക്കും. സഖാക്കളെ, പ്രസീതയുടെ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്.
പുതിയ കാലം പ്രസീതയെപ്പോലെ കരുത്തരായ സ്ത്രീകളുടെ കാലമാണെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. എന്നും മാറ്റത്തിനൊപ്പം നിന്ന ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കും. സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാനൊരു തൊഴിലാളിയാണ്, മണ്ണിൽ പണിയെടുക്കുന്നവൾ. എന്നെപ്പോലുള്ളവർക്ക് ജീവിതം തന്നെ ഒരു സമരമാണ്. അതിനും മേലെയല്ല ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് പ്രധാനം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് എന്നും ജയിക്കുന്നത്. മത്സരിക്കുന്നത് ജയിക്കാനാണ്. നിങ്ങളൊപ്പമുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, ഉറപ്പ്. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കുഞ്ഞാവ വലുതാവുമ്പോ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അമ്മയുടെ കുമ്പയിൽ നീയുള്ളപ്പോ എടുത്താന്ന് പറയാലോ. ഞാൻ വയറ്റിൽ കിടന്നപ്പത്തെ ഫോട്ടോ ആരുടെയും കയ്യിലില്ലല്ലോ. അയ്യോടാ പാവം. നോക്കട്ടെ. സീതമ്മ എന്താ ഗ്ലാമർ നോക്കുകയാണോ? എങ്ങനെയുണ്ട്? നീ പറ. പറയട്ടെ. ആ പറയേ. സീതമ്മ എപ്പോഴും സുന്ദരി കാളിയല്ലേ? പെണ്ണേ, എന്നോട് ഞാൻ മിണ്ടൂലേ. ഒച്ചം വിളിക്കണതാന്ന് കരുതി ഞാൻ വിളിച്ചാലെന്താ? വേണ്ട, അങ്ങനെ വിളിക്കണ്ട. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ഈ മുഖ്യമന്ത്രിയൊക്കെ ആവാൻ വലിയ പാടല്ലേ? ലേശം ബുദ്ധിമുട്ടാ. എന്തേ? അമ്മയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? മണ്ടിക്കോതെ, അമ്മ പഞ്ചായത്തിലേക്കല്ലേ മത്സരിക്കുന്നത്. അപ്പൊ ഇതുവരെ പെണ്ണുങ്ങളാരും മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ഇല്ലല്ലോ, അതല്ലേ അതിൻ്റെ ഒരു തമാശ. അതെന്താ? അതിനു പറ്റി ആരും ഉണ്ടായിരുന്നില്ലേ? അതൊന്നും പറഞ്ഞാ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? ഈ രാഷ്ട്രീയക്കാരിയാൻ പോവാ? കൊള്ളാലോ പെണ്ണിന്റെ പൂതി. നല്ല രസാവില്ലേ? CM നിധി രഘുനാഥ് എങ്ങനെയുണ്ട്? അല്ലല്ല, CM നിധി കെ പ്രസീത ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ഈ നാടിന്റെ പൊന്നോമനപുത്രി ICPയുടെ പ്രിയങ്കരിയായ സാരഥി നിധി കെ പ്രസീതയ്ക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിധി കെ പ്രസീതയാണ് നമ്മുടെ സാരഥി. നക്ഷത്രമാണ് നമ്മുടെ ചിഹ്നം. നാടിന്റെ വികസനം. മോളെ നിധി, എണീക്ക്. സ്കൂളില്ലാന്ന് കരുതി ഇങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. എണീക്ക്. ഞാൻ ഇറങ്ങിയ സമയം പോയി. അമ്മ വരാൻ വൈകുവോ? ഞാൻ ആരുടെ അടുത്തേക്ക് പോയാലോ? അതൊരു ശീലാക്കണ്ട. ഒറ്റയ്ക്കിരുന്ന് അന്നെ ആരും പിടിച്ചോണ്ട് പോവില്ല. എന്നാ ഞാൻ പോണില്ല. ആ പൊയ്ക്കോടി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വാതിൽ പൂട്ടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇറങ്ങിയേ. ആ തിരുമല ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ICP സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി എന്താ അവിടെ? സ്കോഡ് വർക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അരിക്കായ ഉണ്ടാക്കണ്ടേ? ഇന്ന് ഇങ്ങടെ ഒപ്പാണ്. പെണ്ണേ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വയ്യാത്ത കോലത്തില് വല്ലാണ്ട് കിടന്ന് മെടക്കേണ്ട ഈ അന്റെ ഒരു പണി കൂടി ഞങ്ങൾ ചെയ്തോളാം. പാർട്ടി ഫണ്ടിൽ നിന്ന് വീട്ടാവശ്യത്തിന് കയ മേടിക്കാൻ പ്രസീതനെ കിട്ടില്ല. നിങ്ങളൊപ്പം ചെറിയ മട്ടത്തിലെങ്കിലും ഒന്നും കൂടിയില്ലേ? കിടങ്ങേറാണ്. ആവുമ്പോ രണ്ടാളെ പണിയെടുക്കണ പടപ്പല്ലേ? പിന്നെ എന്തിനാ എനിക്ക് ഇടങ്ങേറ്? നിങ്ങൾ തർക്കിക്കണ്ട, ഞാനും ഉണ്ട്. മതി കണ്ടത്. ഇന്നലെ രാത്രി അമ്മയുടെ ഫോണിൽ ഉമ്മൻചാണ്ടിയും VS-ഉം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതിപ്പോ പുതിയ പ്രാന്താണല്ലോ പെണ്ണേ. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതെനക്കറിയോ? അതിനിപ്പോ ഞാനെന്ത് വേണം? നീ ഇങ്ങനെ സത്യപ്രതിജ്ഞയും കണ്ടോണ്ടിരുന്ന നിന്നെ പിടിച്ചാരേലും മുഖ്യമന്ത്രിയാക്കുവോ? ആക്കമാട്ടെ.
ஆக்க மாட்டேன். அப்போ நீ என்ன இந்த ஊரில் தலைவி ஆக்க மாட்டேன்? கங்கை ചോദിക്കണുണ്ടൊന്നും തോന്നരുത്. ഓനെഞ്ഞെങ്കിലും പെരെ കയറ്റിക്കൂടെ എനിക്ക്? നിങ്ങൾക്കറിയാത്തൊന്നുമല്ലല്ലോ ഉണ്ടായ പുകിലും പുക്കാറും ഒക്കെ. കാശിന് ഗുണമില്ലേലും ഞാൻ സഹിച്ചില്ലേ. കുടിച്ച് പെടുത്ത് നടന്നിട്ട് ഞാൻ പുറത്തില്ലേ. എന്നിട്ടെന്നെ ഒരുമാതിരി. ഒക്കെ ശരി തന്നെ, പക്ഷെ പള്ളേ കിടക്കണത് ഓൻ്റെ കുട്ടിയല്ലേ? അതേന്ന് എനിക്കും അയാൾക്കും അറിയാം. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. അങ്ങനെ പോകാൻ എൻ്റെ കുട്ടീൻ്റെ തന്ത ആവണ്ട. എന്ത് പോയത്ര പെണ്ണെ ഈ പറയണേ? അങ്ങനെ മായ്ച്ചാ മായണ ബന്ധാ അത്? അതൊന്നും എനിക്കറിയണ്ട. ഒരാൺതുണല്ലാതെ എത്ര കാലാശിട്ട് അങ്ങനെ? എനിക്കിപ്പോൾ തൽക്കാലം പെൺതുണ മതി. പ്രസുവോ, ഈ ഒന്നിങ്ങോട്ട് വന്ന. ചേച്ചി പട്ടത്തിന് ഊട്ടിക്കണം കേട്ടോ. പട്ടമാണ് നമ്മുടെ ചിഹ്നം, മറക്കല്ലേ എല്ലാരും കേട്ടോ. എവിടെച്ചേ പ്രസിദ്ധച്ചേ, ഇതെന്താ പരിപാടി? പ്രചരണത്തിന്റെ പുതിയ സ്റ്റൈലാ മോനെ. ഇങ്ങടെ പോസ്റ്റർ ഇപ്പം തന്നെ ട്രെൻഡ് ആയിട്ടുണ്ട്. ഇതും വൈറലാവോ? അവസാനം ഞാൻ ജയിക്കോ സക്രിയെ? നിങ്ങളോട് മത്സരിക്കാൻ രസമൊക്കെ ഉണ്ട് പ്രസിദ്ധച്ചേ. പക്ഷെ ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാണാം കാണാം. പിന്നല്ലാതെ നമ്മൾ നാളെ കാണുന്നവരല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്ന് കാണു പ്രസിദ്ധച്ചേ. ആയിക്കോട്ടെ. സുമതി എടുത്തേ, ഞാൻ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. രാജേട്ടാ കണ്ടോ?